അസ്സലാമു അലൈക്കും. മൊയ്ദ് മുസ്ലിയാർ പാലേരിയുടെ കൂടെയുള്ള അറഫ മുസ്തലിഫ സിയാർത്താണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇതാണ് അറഫ. ഇവിടുന്ന് അങ്ങോട്ട് അറഫയാണ്. അറഫ സ്റ്റാർട്ട് കണ്ടാ, ബോർഡ് കണ്ടാ, ഹിദായത്ത് അറഫാത്ത് അറഫയാണിത്. അറഫയിലേക്ക് നാം കടന്നു. അള്ളാഹു ദുല്ലജ് 9 നമ്മെ എത്തിക്കട്ടെ. അള്ളാഹു ഒരുപാട് തവണ ഇവിടെ വന്ന് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളിന്ന് അറഫ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കുന്നിൻ്റെ മുകളിലാണ് അറഫ സംഗമം നടക്കുക. അവിടേക്കാണ് എത്തിച്ചേരാനുള്ളത്. നമ്മൾ ചെറുതായിട്ടൊന്ന് മലേഷ്യ ടീമായിട്ടൊന്ന് പോയി. ഇതാണ് നമ്മൾ ടീം. നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ ഇൻഷാ അല്ലാഹ്. അറഫ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ റെഡ് തട്ടം നമ്മളെ കൂടെ ഉള്ളതാണ്. അവരെല്ലാം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ മലയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എല്ലാവർക്കും കയറാൻ പറ്റും. പറ്റുന്നവരൊക്കെ അപ്പോൾ അറഫയിൽ കയറാം. അറഫ മലയിൽ നിന്നും ദുആ ചെയ്ത് കഴിഞ്ഞാൽ ദുആ സ്വീകരിച്ചിട്ടില്ലേ എന്ന് സംശയിക്കാൻ പാടില്ല എന്നാണ്. അത്രയും ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് ഇത്. ഹജ്ജിൻ്റെ സമയത്ത് 40 ലക്ഷത്തോളം ആളുകൾ ഒരേ സമയം ഉണ്ടാകുന്ന മലയാണിത്. ഇവിടെ അത്രയും ഫുള്ളായിട്ട് ആൾക്കാരുണ്ടാകുന്ന ഏരിയ കൂടെയാണ്. മേടിക്കണം. ഞാൻ നിൽക്കുമ്പോൾ لم يلد ولم يولد ولم يكن له كفوا احد. ഹജ്ജിൻ്റെ സമയത്ത് നടന്നുകൊണ്ട് അറഫയിൽ നിന്നും പോകുന്ന വഴിയാണിത്. ബസ്സെല്ലാം പോകുന്ന റൂട്ട് വേറെ ഉണ്ട്. അറഫയിൽ ഒരുമിച്ച് കൂടി പുലർച്ചെ 9 അന്നാണ് അറഫയിൽ നിൽക്കുക. അറഫ കഴിഞ്ഞ് മഗ്രിബ് വാങ്ങി കൊടുത്താൽ അറഫയിൽ നിന്ന് സ്ഥലം വിടും. നേരെ മുസ്തലിഫയിലേക്കാണ് പോവുക. എവിടെയൊക്കെ പോവാ? ഇനി നമ്മുടെ യാത്ര മുസ്തലിഫയിലേക്കാണ്. മുസ്തലിഫയിൽ നിന്നാണ് കല്ല് പെറുക്കേണ്ടത്. അറഫയിൽ ആളുകൾക്ക് വെള്ളത്തിന് സൗകര്യം ചെയ്യാൻ. അറഫയിലൊന്നും വെള്ളം ഉണ്ടാകില്ല. ഇപ്പം പൈപ്പ് വെള്ളം സുലഭമായി കിട്ടുന്നത് കൊണ്ടാണ്. മുമ്പ് കാലത്ത് വെള്ളത്തിന് ഭയങ്കര ക്ഷാമായിരുന്നു. അങ്ങനെ മഹദി അവർകൾ ലക്ഷക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ ചെലവിട്ടുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ട് ഹുനൈൻ തായ്വരയിലാണുള്ളത്. അവിടുന്ന് വെള്ളം എടുത്തിട്ട് നേരെ അറഫയിലേക്ക് കൊണ്ടുവരികയാണ്. അണക്കെട്ട് കെട്ടിയിട്ട് ഭൂമിന്റെ അടി കൂടി മേലെ കൂടിയായിട്ട് താഴെ നോക്ക് കണ്ട. ഐൻ സുബൈദ എന്നാണ് പേര്. അത് ഹാറൂൻ റഷീദിന്റെ ഭാര്യ നിർമ്മിച്ചതാണ്. അന്നുള്ള കെട്ടാണത്, കനാല്. ഇതൊക്കെ കാണാണ്ടങ്ങ് പോയിട്ട് കാര്യമില്ലല്ലോ. കനാല് കണ്ടില്ല? ഇതാണ് മുസ്തലിഫ. വലത് ഭാഗത്ത് നോക്കുക എല്ലാരും. കണ്ടോ മുസ്തലിഫ? കണ്ടാ മുസ്തലിഫ? കണ്ടാ? ഇതാണ് മുസ്തലിഫ. ഇത് അഷ്അറുൽ ഹറാം എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്തലിഫയിലെ പള്ളി. കണ്ടാ മൂടിക്കിടക്കാണ്. ഇവിടെയാണ് നിലത്ത് കിടന്നിറങ്ങേണ്ടത്. ഇവിടെ വൃത്തിയാക്കുന്ന ഹജ്ജിനേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കേട്ടോ, അബ്രഹത്ത് രാജാവിനെയും കൂട്ടരെയും അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞ വാദി മഹ്ശർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. മുത്തലിബ് പേടിച്ചു. അല്ലാഹുവിനോട് കഅബ പിടിച്ചു പറഞ്ഞു, നീ തന്നെ രക്ഷപ്പെടുത്തണം, ഞങ്ങൾക്കൊരു വഴിയുമില്ല. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു, റസൂലുള്ളാഹിനെ വിശ്വസിച്ചില്ല. പിന്നെ ബഹുദൈവ ആരാധകരുമായിരുന്നു. അതാണ് അവരുടെ പ്രശ്നം. അല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലാഹു തആല ഒരു തരം പക്ഷികളെ ഇറക്കി. ചുടുകല്ലുകളുമായിട്ട് പക്ഷികൾ ഇറങ്ങിയിട്ട് തലയെ കൊണ്ടുവന്ന് ഇട്ടെടുത്തു. അബ്രാഹത്തിന്റെ ശരീരത്തിൽ ഇട്ടെടുത്തിട്ട് അബ്രാഹത്തിന്റെ ശരീരം തീർത്ത് പൊട്ടിയിട്ട്
ശീതലം ഒഴുകാൻ തുടങ്ങി. അത് കാണുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, വലതു ഭാഗത്ത് നോക്കി, ഇതാണ് മിനയിലെ തണ്ടുകൾ. കണ്ട തണ്ട്, ഈ ഒരു തണ്ടിന്റെ ഉള്ളിൽ 36 ആള് കിടക്കണം. ഇതാ കണ്ട, മുന്നോട്ട് കണ്ട, അതാ അവിടെ അതാ ഒരു കെട്ട് കണ്ട, ഒരു തൂണ്, ഒരു സ്തൂപം കണ്ട, അങ്ങനെ കണ്ട, എല്ലാരും കണ്ട. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി കിടത്തിയിട്ട് അറുത്ത സ്ഥലമാണ് കാണുന്നത്. കണ്ട എല്ലാരും കണ്ട, അവിടെയാണ് കൊണ്ടുപോയി കിടത്തിയിട്ട് അറക്കാൻ കിടത്തിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരു ദിവസം ഉറങ്ങുമ്പോൾ അല്ലാഹു തആല സ്വപ്നത്തിൽ കാണിച്ചു. കല്ലെറിയുന്ന ജംറത്തുൽ ഊലയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ, 3 ജംറ, 3 കല്ലെറിയുന്ന പിശാചിനെ എറിഞ്ഞു ഓടിക്കുകയാണ്. പെരുന്നാളിന്റെ രാവിലെ അങ്ങേയറ്റം, പിന്നെ 3 ദിവസം 3 ഇനി വലത്തോട്ട് നോക്ക്, വലത്തോട്ട് നോക്ക്, മിനയിലെ തണ്ടുകൾ, തായ്വര, മിന തായ്വര കണ്ട, എല്ലാരും വലത്തോട്ട് നോക്ക്. ഇതാണ് ഒരു തണ്ടിന്റെ ഉള്ളിലാണ് 36 ആള് കിടക്കണ്ടേ. അന്നേരം അങ്ങനെ വെളുപ്പെല്ലാം തീരുക. എല്ലാ വെളുപ്പും അങ്ങ് തീരും. പർവ്വതം, പരിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് ഇറങ്ങിയ എപ്പോഴും പ്രകാശിക്കുന്ന മല, വലതു ഭാഗത്ത് മുന്നിൽ കാണുന്ന മല. ഇതിലെ കൂടിയാ കയറി പോവുക. അവിടെയാണ് കൊണ്ടുവന്ന ആളെ ഇറക്കുക. വലതു ഭാഗത്ത് കണ്ട കുറെ ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ, അവിടെ കൊണ്ടുവന്ന് കാറുകാരെ ഇറക്കി തരും ഇൻഷാ അല്ലാഹ്. കണ്ട, വലതു ഭാഗത്ത് നോക്ക്, ഇതാണ് മല. കണ്ട കണ്ട, ഇതാണ് ജബലുൻ നൂർ. അതിന്റെ മുകളിലാണ് കയറേണ്ടത്. അതിന്റെ മുകളിലാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഖദീജ ബീവി ഭക്ഷണവുമായിട്ട് പോയത്. മക്കയിൽ നിന്ന് നടന്നു വരികയാണ്. മുന്നോട്ട് നോക്ക്, നോക്ക് നോക്ക്, ആളുകൾ ഇറങ്ങിയിരുന്നുണ്ടോ? വെയിലൊന്നും വെക്കാതെ. കണ്ട, മുകളിൽ നോക്ക്, ബിൽഡിങ്ങിന്റെ മുകളിൽ കൂടി നോക്ക്. കണ്ട, അതാണ് മല. അതിന്റെ മുകളിൽ കയറിയിട്ട് താഴത്തേക്ക് ഇറങ്ങണം. അവിടുത്തെ ഭാഗത്താണ് ഉള്ളത്. കണ്ടോ? അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ കയറാൻ. ഒരു സ്ഥലമാണ് ജീറാന. ഇവിടെ വെള്ളം കിട്ടൂല. അപ്പൊ വെള്ളം കിട്ടാതെ വന്നപ്പോ സഹാബത്തിനൊക്കെ 14 ദിവസം റസൂലുള്ളാഹി അവിടെ കൂടിയിട്ടുണ്ട്. ഇവിടെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് ജീറാന ബഡ ഉംറ എന്നാണ് ഇവിടെ അറിയപ്പെടുക. ഇതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ എപ്പോൾ പറഞ്ഞാലും തീരൂല. അല്ലാഹു തആല പൊരുത്തത്തിലാക്കി തരട്ടെ. കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി ഇവിടെ വന്ന് ഉംറ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഉംറ അല്ലാഹു സ്വീകരിക്കട്ടെ, പൊരുത്തപ്പെട്ടതാക്കി പെരുമാറാകട്ടെ.